രാഷ്ട്രീയ നിരീക്ഷകരെയും ബി.ജെ.പി. പ്രവർത്തകരെയും ഒരുപോലെ അമ്പരപ്പിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായി സദാനന്ദൻ മാസ്റ്ററെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു തന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. മുൻകാല കീഴ്വഴക്കങ്ങളെയും പല നേതാക്കളുടെയും പ്രതീക്ഷകളെയും അട്ടിമറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന് നടത്തിയ ഈ നീക്കം കേരളത്തിലെ ബി.ജെ.പിക്ക് ഒരു സർജിക്കൽ സ്ട്രൈക്കായി കണക്കാക്കാം. വർഷങ്ങൾക്ക് മുമ്പ് എ.ബി. വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ആർ.എസ്.എസിലെ ബഹുമുഖ വ്യക്തിത്വമായ പി പരമേശ്വരന് വേണ്ടിയായിരുന്നു രാജ്യസഭാ സീറ്റും മന്ത്രിസ്ഥാനവും വാജ്പേയി കരുതിയത്. എന്നാൽ പരമേശ്വരൻ പകരം ഒ രാജഗോപാലിനെ നിർദ്ദേശിക്കുകയായിരുന്നു. ഈ ചരിത്രപരമായ തീരുമാനം അന്നത്തെ ബി.ജെ.പി. രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. പിന്നീട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ പ്രാതിനിധ്യത്തിൽ വലിയ മാറ്റമുണ്ടായി. വി മുരളീധരൻ, അൽഫോൺസ് കണ്ണന്താനം, സുരേഷ് ഗോപി, ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി റിച്ചാർഡ് ഹേ എന്നിവർ ഒരേ സമയം രാജ്യസഭയിലെത്തി. ഇത് കേരളത്തിൽ നിന്നും ഇതാദ്യമായി ഒന്നിലധികം പേർ രാജ്യസഭാ അംഗങ്ങളാകുന്ന സാഹചര്യമാണ് ഒരുക്കിയത്.